നമസ്കാരം. CMRLന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ എന്ന വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന് ലൈസൻസേ ഇല്ല. അപ്പോൾ വ്യക്തമായ ലൈസൻസ് ഇല്ലാതെയാണ് ഈ സ്ഥാപനം, ഈ വാഹനം കേരളത്തിനും ദുബൈക്കുമിടയിൽ ചരക്ക് ലഗേജുകളുമായി ഇത്രകാലം ഓടിക്കൊണ്ടേയിരുന്നത്. റിവേഴ്സ് ഹവാല എന്നൊക്കെയാണ് മനസ്സിലാകാത്ത ഭാഷയിൽ ഇപ്പോൾ ED പറയുന്നത്. പക്ഷേ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വിദേശത്തേക്ക് വരുമാനത്തിൽ കൂടുതൽ പണം അയച്ചു എന്ന് ED വാർത്താക്കുറിപ്പിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പരാമർശം അസഹനീയമാണെന്ന് കാട്ടി കോഴിക്കോട്ടെ ജനകീയ വിശദീകരണ യോഗത്തിന് പുരകെട്ടുകയാണ് ഒരു വിഭാഗം സഖാക്കൾ. കോഴിക്കോട് കുന്നമംഗലം എന്നൊരു മണ്ഡലമുണ്ട്. ഇതേ മണ്ഡലത്തിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. CPMകാരനായ സുനിൽ മണ്ണാർക്കലാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. സുനിൽ നിരപരാധിയാണ്. അതിനു മുമ്പ് 2020 മുതൽ CPM ഭരണത്തിൽ തന്നെയായിരുന്നു ഈ ഒളവണ്ണ പഞ്ചായത്ത് എന്നുകൂടി ഓർക്കണം. എന്തൊരു ദ്രോഹമാണ് ആയിരുന്ന പിണറായി വിജയൻ്റെ മകളെന്ന് അറിഞ്ഞിട്ടും വീണ വിജയനോട് ഈ CPM പഞ്ചായത്ത് കാട്ടിയത്. നിഷ്കരണം അവർ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന വീണ വിജയൻ്റെ നിന്ന് ED തെളിവുകൾ നേരത്തെ കണ്ടുപിടിച്ച ആ മൾട്ടിനാഷണൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ, ഓഫീസ് തുറക്കാൻ ലൈസൻസ് കൊടുത്തില്ല. എന്താണ് അതിന് ഇന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി അന്നത്തെ രേഖകൾ തപ്പി നോക്കി പറയുന്ന ആ ഒരു ന്യായീകരണം? അപേക്ഷ നൽകിയിരുന്നു പഞ്ചായത്തിൽ ലൈസൻസിനായി. പക്ഷേ വാടക കരാറിൽ വ്യക്തതയില്ലാത്തതിനാൽ ലൈസൻസ് നൽകാൻ സാധിക്കുകയില്ല, നൽകിയിരുന്നുമില്ല. ഇതാണ് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രതികരണം. പഞ്ചായത്തിലെ പന്തീരങ്കാവിൽ പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് ഒരു ലൈസൻസുമില്ലാതെ. ലൈസൻസിനായി അനീസ് എന്ന വ്യക്തി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ വാടക കരാർ മൊത്തം അവ്യക്തതകൾ. അതുകൊണ്ട് ലൈസൻസ് അനുവദിച്ചിരുന്നില്ല എന്നാണ് വിശദീകരണം. അതാണ് സത്യവും. വീണ വിജയൻ്റെ ഭാഷയിൽ ദുബായ് അടക്കം ഗൾഫ് രാജ്യങ്ങളിലെ ഇടപാടുകാർക്ക് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അങ്ങനെ തന്നെയാണ് EDയും കരുതിയത്. ഇതോടെ ED കോഴിക്കോട് ഏതാണ് ഈ MNC എന്ന് കണ്ടെത്താനായിട്ട് കോഴിക്കോട്ടെ ടൗൺ മൊത്തത്തിൽ മാളുകൾ, വൻകിട സ്ഥാപനങ്ങളൊക്കെ കറങ്ങി നടന്ന് അരിച്ചു പറക്കി. ഒരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടി ദുബായ് എന്ന് പറഞ്ഞ് ചെന്നൈ തീരത്ത് വന്നെത്തുകയും അവിടെ മൊത്തം കിടന്ന് കറങ്ങുകയും ചെയ്ത ആ ദൃശ്യം ഓർമ്മയുണ്ടല്ലോ, അത് അതുപോലെ തന്നെ. അപ്പോഴാണ് ED ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന ഗൾഫിലെ MNC എന്നറിയപ്പെടുന്ന ആ സ്ഥാപനം ഇവിടെ ഒരു ഒറ്റമുറി കടമുറിയിലാണ് ഉള്ളത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിൽപ്പനയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനം 2023 മുതൽ പ്രതിമാസം 3250 രൂപ മാത്രം വാടകയുള്ള ഒരു ചെറിയ മുറിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ലൈസൻസ് ഇല്ല. ഈ സ്ഥാപനം സാധാരണയായി എന്നും തുറന്ന് പ്രവർത്തിക്കാറില്ലെന്നാണ് സമീപവാസികളും കെട്ടിട ഉടമയൊക്കെ പറയുന്നത്. പ്രാഥമിക ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത് ഒരു കടലാസ് കമ്പനിയാണോ എന്ന EDയുടെ സംശയത്തിന് തെളിവുകൾ ദാണ്ടെ കൺമുന്നിൽ തന്നെ കിടക്കുന്നു. ഇതോടെയാണ് ED മാസപ്പടിയിലെ ആ കള്ളപ്പണ ഇടപാട് കേസ്, അതിൽ വീണയ്ക്കെതിരെ കുരുക്ക് മുറുക്കാൻ തീരുമാനിച്ചത്. ഈ കുരുക്കിനെതിരെയാണ് ഇപ്പോൾ കോഴിക്കോടടക്കം CPM പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നത്. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഫെമ ചട്ടലംഘനം, പിന്നെ ഹവാല ചാനൽ വഴിയുള്ള ഇടപാടുകൾക്ക് PMLA നിയമപ്രകാരം കേസുകൾ, അങ്ങനെ ഒന്നിനു പുറകെ 2, 3, 4 കേസുകൾ വരുന്നതിനെക്കുറിച്ച് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. CPMലെ റിയാസ് ആരാധകർ കൂടോടെ ഇളകി വരുന്നുണ്ട്. റിയാസിൻ്റെ ഭാര്യ വീണയെ ED മാനസികമായി ഇങ്ങനെ പീഡിപ്പിക്കുന്നതിനെതിരെ. പിണറായി വിജയൻ്റെ മകളായ വീണയെ ED ചോദ്യം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് മെയ് 27-ന് തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാടക വസതിയിൽ ഇരച്ചെത്തി CPM അണികൾ പ്രതിരോധിച്ചതൊക്കെ നമുക്കറിയാം. ചെയ്യിപ്പിച്ചവരിപ്പോഴും MPമാരും MLAമാരും പാർട്ടി നേതാക്കളുമൊക്കെയായി പുറത്ത് വിലസുന്നുണ്ട്. ഇവർ പറഞ്ഞത് അനുസരിച്ച് അതിക്രമം കാട്ടിയ 26 പേർ സെൻട്രൽ ജയിലിലെ നീണ്ട 70 ദിവസം തള്ളി നീക്കി. അപ്പോൾ സംസ്ഥാനത്ത് ഇടതിൽ നിന്നും വലതിലേക്ക് ഭരണം മാറിയ സമയം. ജയിൽ തടവിൽ കഴിഞ്ഞവർക്ക് വ്യക്തമായി മനസ്സിലായി ഈ ഭരണത്തിൻ്റെ മാറ്റം. ജയിലിനുള്ളിൽ വെച്ച് ആ മാറ്റം അവർ നന്നായി അനുഭവിച്ചു മറിഞ്ഞു. ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയായ വീണയെ ED കുരുക്കുന്നതിനെതിരെ റിയാസിൻ്റെ ആരാധകരായ ഒരു വിഭാഗം അണികൾ അടുത്ത ഘട്ടത്തിൽ രംഗത്തിറങ്ങുമ്പോൾ അവർ എങ്ങനെ EDയെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയണം. പ്രതിപക്ഷത്താണിപ്പോൾ എന്തും നടന്നേക്കാം. അരിശം മൊത്തം സംസ്ഥാനം ഭരിക്കുന്ന VD സർക്കാരിൻ്റെ മണ്ടയ്ക്കും ചെന്ന് പതിച്ചേക്കാം. എന്തും നടന്നേക്കാം. എന്തായാലും SFIയിൽ പോലും ഒരു അംഗത്വം എടുക്കാത്ത വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടിക്ക് വേണ്ടി
CPM പ്രതിനിധിക്കാൻ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കേരളത്തിലെ അശരണരായ ജനത്തിനും സ്വല്പം ആശ്വസിപ്പിക്കാം. പ്രതീക്ഷയുമുണ്ടാകണം. കാരണം തങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടാൽ തങ്ങൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുമില്ലെങ്കിലും ഇതുപോലെ പാർട്ടിക്കാർക്ക് വേണ്ടി തങ്ങൾ ഇറങ്ങിയില്ലെങ്കിലും പാർട്ടിക്കാർ തങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത് പോലെ വീണയ്ക്ക് വേണ്ടി ഇറങ്ങിയതുപോലെ തങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്കാർ ഇറങ്ങിയിരിക്കുമെന്നൊരു ആത്മവിശ്വാസം. വിശ്വാസം ഒരു തിരി കത്തിച്ചു വയ്ക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി തെളിച്ചു വയ്ക്കുന്നത് പോലെയാണ്. കാരണം വിശ്വാസം അതെല്ലാത്തിനും ഒരു നല്ല തുടക്കമാണ്.